ഹലോ, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മേക്കപ്പ് വീഡിയോ ആണ്. നോർമലി ഞാനിങ്ങനെയാണ് മേക്കപ്പ് ഇടാറുള്ളത്. ഒരുപാട് നേരത്തേക്ക് ലാസ്റ്റ് ചെയ്യാറുണ്ട്. തംബ്നെയിലിൽ കണ്ട പോലെ നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഒരു ഐസ് ക്യൂബ് നമ്മുടെ ഫേസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നേരത്തേക്ക് നമ്മുടെ മോയ്സ്ചർ ലോക്ക് ചെയ്ത് വയ്ക്കും. എല്ലായിടത്തേക്കും നമ്മളിങ്ങനെ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ നിന്ന് ഐസ് താഴെപ്പോയി. നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ഈ ഒരു തണുപ്പോടെ തന്നെ നമ്മുടെ എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മോയ്സ്ചർ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ പിന്നെ നമ്മൾ മുഖം വേർക്കോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഫേസ് വേർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മേക്കപ്പ് ഇടുന്നതൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഓക്കെ, ഐസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രൈമർ ഇട്ട് കൊടുക്കാൻ. ഈബയുടെ പ്രൈമറാണ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ളത്. അത് അത്യാവശ്യം നല്ലതാണ്. ഒരു HD എഫക്റ്റ് ഫേസിന് കൊടുക്കാറുണ്ട്. ഒരു സ്മൂത്ത് ടെക്സ്ചർ വരും നമ്മുടെ ഫേസിന് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ. ഞാനിതിൻ്റെ ഇടയിൽ മോയ്സ്ചറൈസറും ഇട്ടിട്ടുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. എന്ത് അപ്ലൈ ചെയ്തതിൽ നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. യെസ്, അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷനാണ്. ഞാൻ ഫൗണ്ടേഷനും അതുപോലെ ഹൈലൈറ്റർ, ഇത് സ്ട്രോപ്പ് ക്രീമാണ്, രണ്ടും കൂടി ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്ത മാമാർത്തിൻ്റെ ഫൗണ്ടേഷനാണ്. അതുപോലെ ഫേസ് കാനഡയുടെ സ്ട്രോപ്പ് ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളിതുപോലെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. എല്ലായിടത്തും ഒരുപോലെ ഈവനായിട്ട് ബ്ലെൻഡ് ആവാനായിട്ട് ഹെൽപ്ഫുള്ളാണ് ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്യണമെങ്കിൽ. എൻ്റെ ഈ ഒരു ബ്രഷ് ഇത് മാർസിൻ്റെ ബ്രഷാണ്. ഇതിൽ 4 ടൈപ്പ് ബ്രഷ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും ഓരോ ഇതുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ബാക്കിൽ കാണുന്ന ടിപ്പാണ് ഞാൻ പൗഡർ പോലുള്ളതൊക്കെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യണത്. ഇത് ഫേസ് കാനഡയുടെ കോമ്പാക്ട് പൗഡറാണ്. ഞാൻ കോമ്പാക്ട് പൗഡർ നോസിലും പിന്നെ ഈ ഒരു ലിപ്പിൻ്റെ ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാറ്. കാരണം ആ ഭാഗത്ത് നമുക്കൊരു ഡിസ്കളറേഷൻ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നെ അതുപോലെ ഞാൻ കണ്ണിൻ്റെ മേലെയും ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് ഐഷാഡോ പാലറ്റാണ്. ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെയാണ് യൂസ് ചെയ്യുന്നത്. മേലെ പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അത് ചീക്കിലാണ് ഇടുന്നത് കേട്ടോ. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ കുറച്ച് ഭയങ്കരമായിട്ട് കൂടിപ്പോയ പോലെ ഇരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നോർമലാവും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രഷിൽ 4 ടൈപ്പ് ബ്രഷ് വരുന്നുണ്ട്. ഒരു ബ്രഷ് നമ്മൾ ഊരി കൊടുക്കുകയാണെങ്കിൽ അതിനുള്ളിൽ തന്നെ വേറെയും 2 ബ്രഷ് ഉണ്ട്. അപ്പോൾ നമുക്കതിലൊന്ന് ഐഷാഡോ ഇടാനും പിന്നെ വേറെ നെക്സ്റ്റ് ടിപ്പിലുള്ളത് നമുക്ക് കണ്ണെഴുതാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബ്രഷാണ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് ബാക്ക് വെച്ചിട്ടുള്ള ടാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സസ് ആയിട്ടുള്ളതൊക്കെ പറ്റുള്ളൂ. പിന്നെ ഓൾറെഡി ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ടിട്ട് ചെറിയ രീതിയിലൊന്ന് ഡിം ചെയ്യും. പിന്നെ ഒരു ഷിമ്മറിന് വേണ്ടിയിട്ട് ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. ഐഷാഡോടെ കഴിഞ്ഞിട്ടുണ്ട്. ബ്ലഷിന് കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഐലൈനർ എഴുതാം. ഐലൈനർ പൊതുവെ ഞാൻ എഴുതാറില്ല. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഞാൻ അവിടെ ഒരു മിററുണ്ട്. മിറർ നോക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് പുറത്ത് പോകുന്നത് കേട്ടോ.
മാമ-എർത്തും അതുപോലെ മാഴ്സും രണ്ടും കൂടി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ മാമ-എർത്ത് നമുക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, വാട്ടർ പ്രൂഫാണ്. പക്ഷേ മാഴ്സിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്, അതിൻ്റെ ബ്രഷിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഒരു കേളി ആയിട്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഐലാഷിന് കേളി ആയിട്ട് വെക്കാനൊക്കെ നമുക്ക് പറ്റും. കുറച്ചും കൂടി വോളിയം തോന്നും, നമ്മുടെ തിക്നെസ് തോന്നും. യെസ്, നമ്മുടെ ഏകദേശം നമ്മുടെ മസ്കാരയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. യെസ്, കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം. ഓ യെസ്, ഞാൻ ഒരു കാര്യം മറന്നു, ഐബ്രോ വരച്ചിട്ടില്ല. യെസ്, ഡാസ്ലറുടെ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഡാസ്ലറുടെ പെൻസിൽ ഇത് വാട്ടർ പ്രൂഫാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഡീപ്പായിട്ട് വരയ്ക്കാറില്ല, ജസ്റ്റ് എൻ്റെ പല സ്ഥലങ്ങളിലും ഹെയർ അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ടോ ഡാൻഡ്രഫ് ഉണ്ടായിട്ടാണോ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, പല സ്ഥലത്തൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഭാഗത്ത് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലാതെ എല്ലായിടത്തും ഞാൻ നോർമലി വരയ്ക്കുന്ന പോലെ വരയ്ക്കാറില്ല. നെക്സ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ലിപ്സ്റ്റിക്കും ഞാൻ മാമ-എർത്തിൻ്റെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരു പിങ്ക് ഷെയ്ഡാണ്. നോർമലി പിങ്ക് അല്ലെങ്കിൽ ന്യൂഡ് കളറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഒരു പിങ്ക് കളറാണ്. പിങ്ക് എന്ന് പറഞ്ഞാൽ റെഡ് ചെറിയൊരു പിങ്ക് കളറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഷോർട്ടായിട്ടുള്ളൊരു മേക്കപ്പിൻ്റെ ലുക്കാണ്. ഇനി നമുക്ക് കമ്മൽ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ കഴിയും. നോർമലി ഞാൻ മേക്കപ്പ് സെറ്റിംഗ് സ്പ്രേയിൽ യൂസ് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ഞാനത് വീഡിയോ എടുത്തില്ല, വിട്ടുപോയത്. സെറ്റിംഗ് സ്പ്രേയും കൂടി നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ചും കൂടി അധികം നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ബിഗിനേഴ്സ് യൂസ് ചെയ്യുക, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഈ ഒരു ഐസ് ക്യൂബ് വെച്ച് നമ്മൾ ഇനീഷ്യലി ഒന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.